ഇന്ത്യൻ ഫിലോസഫിയിൽ വലിയ ജ്ഞാനമുള്ള സാറിന് എൻ്റെ മുന്നിൽ കിട്ടിയതിൽ വലിയ സന്തോഷം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വലിയ സംശയമാണ്, ഈ സനാതനധർമ്മം വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണോ? ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കണക്ട് ചെയ്ത് സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് പിണറായി വിജയൻ. ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നു സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറയുന്നു. തമിഴ്നാട്ടിലൊരുത്തൻ സനാതനധർമ്മം മലേറിയ പോലെ എറാഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്, നശിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇത്ര കുഴപ്പം പിടിച്ചൊരു സാധനമാണോ? ഈ സനാതന ധർമ്മം എന്ന സങ്കല്പം വരുന്നത് യജ്ഞ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ജീവിതം യജ്ഞമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഋഗ്വേദത്തിൽ ഉണ്ട്. അപ്പോൾ യജ്ഞം എന്താണ് എന്നൊരു ചോദ്യം വരും. യജ്ഞം അധ്വരം എന്നാണ് ഋഗ്വേദത്തിൻ്റെ നിർവചനം. അധ്വരം എന്ന് പറഞ്ഞാൽ അഹിംസ. അഹിംസയാണ് യജ്ഞം. അഹിംസയാണ് യജ്ഞം. എനിക്ക് മനസ്സിലായില്ല. അതായത് ജീവിതത്തെ യജ്ഞമാക്കി മാറ്റുമ്പോൾ നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി സമർപ്പിക്കുന്നു? പ്രപഞ്ചത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് യജ്ഞം. സൈക്കിൾ യജ്ഞത്തെ യജ്ഞമാക്കി കരുതി ആത്മബലിയാണ്. ആത്മസമർപ്പണമാണ്, ബലിയല്ല, ആത്മസമർപ്പണമാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യകർമ്മം പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആകുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. എപ്പോഴാണോ മനുഷ്യകർമ്മം അഹിംസയായിത്തീരുന്നത്, അപ്പോഴാണ് അത് പ്രപഞ്ചത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ആയിത്തീരുന്നത്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കലാണോ എന്നൊരു ചോദ്യം സ്വാഭാവികം. കൊല്ലാതിരിക്കലല്ല. പിന്നെന്താ? കാരണം കൊല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കൈവീശി നടന്നു പോകുമ്പോൾ കോടാനുകോടി സൂക്ഷ്മജീവികളെ ഹനിക്കുന്നുണ്ട്. അതെ അതെ അതെ, കോടാനുകോടി. ജീവോ ജീവസ്യ ജീവനം എന്നാണ് പറയുന്നത്. ജീവികളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് തന്നെ, അതിനെ ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് അഹിംസ? അഹിംസയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല നിർവചനമാണ് ഈശാവാസ്യ ഉപനിഷത്തിലെ തെക്തേന ഭുഞ്ചീത എന്നുള്ളത്. എന്താണ് അഹിംസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്തേന ഭുഞ്ചീത. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടേക്ക് ദ മിനിമം. ആവശ്യത്തിനുള്ളത് ടേക്ക് ദ മിനിമം. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമല്ല, ടേക്ക് ദ മിനിമം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കമായി വേണ്ടത് എന്തോ അത്. അപ്പോൾ അതെന്ത് വരും? അധികാരം, പണം, പദവി, പ്രശസ്തി. ഇത് നാലുമാണ് ലോകഭോഗങ്ങൾ. ലോകഭോഗങ്ങളുടെ മിതവ്യയമാണ് അഹിംസ. അവ്യയവും അതിവ്യയവും തെറ്റാണ്. മിതവ്യയമായിരിക്കണം. അപ്പോൾ ആ മിതവ്യയം ആര് നിശ്ചയിക്കണം? നിങ്ങൾ തന്നെ നിശ്ചയിക്കണം. ആത്മനിഷ്ഠമാണ്. നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മിനിമം സിറ്റി റേഷനിങ് ഓഫീസർ നിശ്ചയിച്ചാൽ ശരിയാകില്ല. നിങ്ങൾക്ക് എത്ര ആഹാരം വേണം എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്, മറ്റൊരാളല്ല. മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെ നിർത്തണം, നിങ്ങൾ അറിയണം എവിടെ നിർത്തണം. അറിയാമെന്നല്ല, നിങ്ങൾ അറിയണം എവിടെ നിർത്തണമെന്ന്. വേറൊരാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വീണ്ടും തിന്നു, അത് മനുഷ്യരുടെ സ്വഭാവം, അതാണ്. അത് വേറെ പ്രശ്നം. എല്ലാം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് മാഷ ഇത്തിരി പാൽപ്പായസം കൊണ്ട് എടുക്കട്ടെ എന്ന് ചോദിക്കും. പാൽപ്പായസമല്ലേ, എന്നാ കുടിച്ചു കളയാമെന്ന് തീരുമാനിക്കരുത്. ശർക്കരയല്ലേ, കുടത്തിലല്ലേ, കൈയിട്ടില്ലേ, നക്കാം എന്ന് തീരുമാനിക്കരുത്. വീണ്ടും കൈയിട്ട് നക്കികളായി തീരരുത്. അപ്പോൾ അതിനെന്താ മാർഗം? അതിനുള്ള മാർഗമാണ് ആത്മനിയന്ത്രണം. അവനവനെ നിയന്ത്രിക്കുക. ആത്മനിയന്ത്രണത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് നിരാഹാരം. അല്ലാതെ ഭക്ഷണം കഴിക്കാതെ അല്ലല്ലല്ലല്ല. അത് ഇവിടെ ഈ ആക്രാന്തം പിടിച്ചവർ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. വിഷയാ വിനിവർത്തന്തിയെ നിരാഹാരസ്യ ദേഹിനിഹ. ഭഗവത്ഗീത. വിഷയവസ്തുക്കളിൽ നിന്ന്, എന്നുവെച്ചാൽ അധികാരം, പണം, പദവി, പ്രശസ്തി, ഇതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിവർത്തിക്കുന്നതാണ് നിരാഹാരം.
അങ്ങനെ ഇന്ദ്രിയ മനസ്സുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മിനിമം നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ ദ മിനിമം യൂസ് ഓഫ് പവർ, ദ മിനിമം യൂസ് ഓഫ് പവർ ഈസ് ഡെമോക്രസി. ദ മിനിമം യൂസ് ഓഫ് വെൽത്ത് ഈസ് സോഷ്യലിസം. ദ മിനിമം യൂസാണ് വരുന്നത്. അതെ അതെ, മനസ്സിലായി. ആ മിനിമം യൂസിന് വേണ്ടി മനുഷ്യനെ പ്രാപ്തമാക്കി എടുക്കുന്ന കർമ്മവ്യവസ്ഥയാണ് സനാതനധർമ്മം. അല്ലാണ്ട് അത് വെറുതെ ഇവരീ കാണുന്നതല്ല. അത് ഇപ്പോൾ ഗോവിന്ദനും പിണറായിയും അക്കാര്യം മനസ്സിലായില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ല. അല്ല, ഇപ്പോൾ ഈ സാറ് പറഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് തെളിഞ്ഞ്. ഞാനിതൊക്കെ വേറെ ധരിച്ചു വെച്ചിരിക്കില്ല. അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് അവരുടെ ഒരു കുറ്റമല്ല. കാരണം അവരാരും ഇതിങ്ങനെ വായിച്ചിട്ടില്ല, അതെ, മനസ്സിലാക്കിയിട്ടില്ല. കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നതാണ് തെറ്റ്. ശരിയാണ്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത നമുക്കറിയില്ല എന്നുള്ളത് നമ്മുടെ തെറ്റല്ല. ലോകത്തുള്ള കോടാനുകോടി വിഷയങ്ങളിൽ നമുക്കറിയാവുന്ന വളരെ ചുരുക്കമാണ്. നമുക്കറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ. നാം എങ്ങ് അറിവത് അല്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കവിതയിലാണ്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, അതിനകത്താണ് പറയുന്നത് നാം ഇങ്ങ് അറിവതെല്ലാം അല്പം ഓമനെ ദൈവസങ്കല്പം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു തെറ്റേ അല്ല. പക്ഷെ അറിയാത്ത വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അധികാരം വെച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത് തെറ്റും കുറ്റവുമാണ്. പിണറായി വിജയനും ഗോവിന്ദനും ചെയ്തിരിക്കുന്നത് ഈ അഭിപ്രായമായതുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്. ഇതിലെവിടെയാണ് പ്രപഞ്ചത്തിനോ മനുഷ്യനോ എതിരായിട്ടൊരു സങ്കല്പമുള്ളത് നിങ്ങൾ പറയൂ? ശരിയാണ്, ഇതിലെങ്ങുമില്ല. അപ്പം അഹിംസ പ്രയോഗത്തിലെത്തിക്കലാണ് സനാതനധർമ്മം. അല്ല, ഇവർ പറഞ്ഞു അല്ല, അതിനാണെങ്കിൽ എന്ത് വേണം? അതിനാണെങ്കിൽ ഉടനെ പറയും ഗോ ബ്രാഹ്മണോഭ്യ, പശു മുതൽ ബ്രാഹ്മണൻ വരെ ഒരു ശ്രേണിയാണത്, ഒരു റേഞ്ച് പറയുന്നതാണ്. ഇത് മുതൽ അതുവരെ. ആ പശു ആരാണ്? പശു എന്ന് പറഞ്ഞാൽ ഇവർ ധരിച്ചിരിക്കുന്ന പശുവിൻ്റെ ഒരു വാക്കാണ് പശു, കൗ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മ ജീവജാലങ്ങളെന്നാണ് അർത്ഥം. മൂകസൃഷ്ടികളാണത്. അത് വേദത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അതിൽ നിന്ന് പൊക്കിയെടുത്തിട്ടാണ് പറഞ്ഞത് ബൈ കൗ ഐ മീൻ ഓൾ ദ സൈലൻറ്റ് ക്രിയേഷൻസ് ഓഫ് ദ ഗോഡ് എന്ന്. ദൈവത്തിൻ്റെ എല്ലാ മൂകസൃഷ്ടികളുമാണ് പശു. അല്ല, ഒരു ജീവിയെ മാത്രമല്ല, ആ ജീവി അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. ആ ജീവിയിലേക്ക് ഇപ്പോൾ ലിമിറ്റ് ചെയ്യരുത്. അത് അങ്ങോട്ട് പോവുകയാണ്. ഈശ്വരൻ്റെ മൂകസൃഷ്ടികൾ. അപ്പോൾ ബ്രാഹ്മണൻ അതിൻ്റെ മാക്സിമത്തിലെത്തേണ്. ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മജ്ഞാനം കിട്ടിയവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ശങ്കരാചാര്യരെ ഞാൻ പറയുന്നതല്ല. ഞാൻ പറയുമ്പോൾ അയാൾക്ക് തോന്നിയ രീതിയിൽ പറഞ്ഞെന്ന് പറയാം. ശങ്കരാചാര്യരാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ശങ്കരാചാര്യർക്ക് നമ്മുടെ പിണറായി വിജയൻ്റെ അത്രയും ബുദ്ധിയുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. കുറച്ച് കൂടുതലുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ആർക്ക്? ശങ്കരാചാര്യർക്ക്. പിണറായി വലിയ ബുദ്ധിരാക്ഷസനാണ്. ഗോവിന്ദനാണെങ്കിൽ താത്വിക ആചാര്യനുമാണ്. അത് ഞാൻ രണ്ടും സമ്മതിക്കുകയാണ്. പക്ഷെ അവരെക്കാളൊക്കെ കുറച്ചുകൂടി അല്പം കൂടുതൽ അറിയാവുന്ന ഒരാളായിട്ടാണ് ശങ്കരാചാര്യരെ ലോകം സമ്മതിച്ചിട്ടുള്ളത്. ആ ശങ്കരാചാര്യരാ പറയുന്നത് ഈ അദ്വൈത അനുഭൂതി എനിക്ക് തന്നത്, ആ അനുഭൂതി ആരാണോ തന്നത് അതാണ് എൻ്റെ ഗുരു എന്നാണ്, അതാണ് ബ്രഹ്മജ്ഞാനി എന്നാണ്. ഇനി രണ്ടില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. അതെ, അത് ഞാൻ തന്നെയാണല്ലേ? അത് ഞാൻ തന്നെയല്ലേ. ഞാൻ ആയുധം എടുക്കുന്നത് ആദ്യം എനിക്കെതിരെയാണ് എന്ന് വരില്ലേ? എനിക്കെതിരെ ഞാൻ ആയുധം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യയല്ലേ? അതെ. അപ്പോൾ ആയുധം എടുക്കരുത് എന്നാണ് അത് പറയുന്നത്. ഇത് വേദത്തിലുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലിപ്പോൾ ഒന്നും കൂടി പറയണ്, ആരെങ്കിലും കേട്ട് അത് ധരിക്കട്ടെ എന്ന് കരുതി.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഈ രാഷ്ട്രവ്യവഹാര സങ്കല്പങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏതാണ്ട് 9,000-ത്തിലധികം ശ്ലോകങ്ങളുണ്ട്. ഒന്നും രണ്ടുമല്ല. അത് ഭീഷ്മരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരശയ്യയിൽ കിടക്കുന്ന പിതാമഹൻ്റെ അടുത്ത് പോയിട്ട് രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന തത്വവും പ്രയോഗവും അതിൻ്റെ കലയും നിങ്ങൾ അഭ്യസിക്കണം എന്ന് പറഞ്ഞ് ഈ പാണ്ഡവന്മാരെയും കൊണ്ട് കൃഷ്ണൻ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഭീഷ്മർ ചോദിച്ചു, മാധവ, അതെല്ലാം പഠിപ്പിക്കാൻ യോഗ്യൻ നീയല്ലേ? ഞാനാണ്, പക്ഷേ മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ആരോഗ്യം ഇത് പഠിപ്പിച്ച് കഴിയുന്നവരെ അങ്ങയുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അങ്ങനെ ഇത് മുഴുവൻ പറഞ്ഞ് ലോകത്ത് ഇന്ന്, ഞാൻ പൊളിറ്റിക്കൽ ഫിലോസഫി പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, ആധികാരികമായിട്ടാണ് പറയുന്നത്, ലോകത്ത് ഇന്ന് വരെ ഏതെല്ലാം രാഷ്ട്രവ്യവഹാര സങ്കല്പങ്ങൾ ഭാവനയിലുണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ വിശദീകരിച്ച് അതിൻ്റെ തത്വവും പ്രയോഗവും പറഞ്ഞ് അതിൻ്റെ മെരിറ്റും ഡീമെരിറ്റും പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സംഗതി. എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനത്തെ വാക്കിന് മുൻപ് പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. ഉണ്ണി മഹാരാജാവേ, കഴിയുമെങ്കിൽ നീ യുദ്ധം ചെയ്യരുത്. ആരാണ് ഈ പറയുന്നത്? അണ്ടനും അടകോടനും അല്ല, ആചാര്യനാണ്. ഏകരഥി. അനേകം മഹാരഥികളെ ഒറ്റത്തേരിൽ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അംബികയെയും അംബാലികയെയും കൊണ്ടുവന്ന ഏകരഥി. പരശുരാമനോട് പോലും 24 ദിവസം യുദ്ധം ചെയ്ത് സമനിലയിൽ പരശുരാമന് പിരിയേണ്ടി വന്ന അത്രയും യുദ്ധ നൈപുണ്യമുള്ളത്. മഹാഭാരത യുദ്ധം തുടങ്ങിയിട്ട് ആദ്യത്തെ 10 ദിവസവും സംഹാരരുദ്രനെ പോലെ പാണ്ഡവപ്പടയെ മുച്ചൂടും മുടിപ്പിച്ച മഹാരഥി. അതാണ് പറയുന്നത്, ഉണ്ണി മഹാരാജാവേ, കഴിയുമെങ്കിൽ നീ യുദ്ധം ചെയ്യരുത്. യുദ്ധത്തിൽ ജയിക്കാൻ നിനക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ആയിരിക്കില്ല. യുദ്ധത്തിനെതിരാണത്, ഹിംസയ്ക്കെതിരാണ്. നിന്നെ തന്നെ നീ കൊല്ലാൻ തീരുമാനിച്ചാൽ ഫലം എന്താകും എന്നുകൂടി മഹാഭാരതം പഠിപ്പിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ പറയുന്നത് വേദത്തിൻ്റെ സാരാംശം ഇതിഹാസ കഥയിലൂടെ പഠിപ്പിക്കുന്ന രീതിയാണ് മഹാഭാരതത്തിൻ്റേത്. നീ നിന്നെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം, അതിൽ നിന്ന് നിനക്കൊരിക്കലും ശാന്തി കിട്ടില്ല എന്നാണ്. ആ യുദ്ധത്തിലേർപ്പെട്ട ഒരാൾക്കും ശാന്തി അനുഭവിച്ചിട്ടില്ല, ഒരാളും. ഒറ്റാളും ജയിച്ചവനും തോറ്റവനും ഒരുപോലെ തോറ്റുപോയതാണ് കുരുക്ഷേത്ര യുദ്ധം. വിജയിയില്ല, ഒരു യുദ്ധത്തിലും വിജയിയില്ല. എന്ന് പറഞ്ഞാൽ ഹിംസയിൽ ആരും വിജയിക്കുന്നില്ല എന്നാണ് ഭാരതം പഠിപ്പിക്കുന്നത്, വേദം പഠിപ്പിക്കുന്നത്. അതാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മം അശ്ലീലമാണെങ്കിൽ പ്രിയപ്പെട്ട ഗോവിന്ദ, ആ അശ്ലീലം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, എനിക്കും നിങ്ങൾക്കും ആവശ്യമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വർഗസമരത്തിൽ ആ വർഗശത്രുവിന് ഉന്മൂലനാശം വരുത്തി അവൻ്റെ ചോരയിൽ കൈമുക്കി നിൽക്കുന്ന വിപ്ലവകാരിയെക്കുറിച്ചാണ്. അതല്ല ഗോവിന്ദ, നിങ്ങളും ഞാനും ഒരുമിച്ച് നിൽക്കുന്നതാണ് സനാതനധർമ്മം. എനിക്ക് സാറ് പറഞ്ഞു കേട്ടിട്ട് രോമാഞ്ചം വരുന്നു. കാരണം ഞാൻ ഇത്ര മനോഹരമായി ഈ സനാതന ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടില്ല. എൻ്റെ ഒരു നഷ്ടബോധം എന്താണെന്നറിയോ? സാറിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാകാൻ കഴിയാത്തതിലുള്ള നഷ്ടബോധം എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ പരിഹരിക്കപ്പെട്ടു. ഏതായാലും ഇത് വേണോ വേണ്ടേ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. അതെ, ഇത് ഏതായാലും കേരളത്തിലെ ഇനി ഞാൻ തീർത്തേക്കട്ടെ. ഇതാണ് ശ്രീനാരായണൻ പറഞ്ഞത്, ഗുരുദേവൻ പറഞ്ഞത് ഇത് തന്നെയാണ്. പിന്നെ ഗുരുദേവൻ അദ്വൈതിയാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതി, ഇപ്പോൾ ആത്മോപദേശ ശതകവും ദർശനമാലയും ഒക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ പോയിക്കോട്ടെ, 19 ശ്ലോകങ്ങളുള്ള വിയോഗിനി വൃത്തത്തിൽ എഴുതിയിട്ടുള്ളൊരു സാധനമുണ്ട്, അദ്വൈത ദീപിക. അതെങ്കിലും ഒന്ന് വായിച്ചു നോക്ക്. പിണറായി വിജയൻ മലയാളമാണല്ലോ പഠിച്ചത്, അതെങ്കിലും ഒന്ന് വായിച്ചു നോക്ക്. മനോഹരമായ വൃത്തമാണ് വിയോഗിനി. കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതിയിട്ടുള്ള വൃത്തം.
ആ മനോഹരമായ വിയോഗിനി വൃത്തത്തിൽ അദ്വൈത വേദാന്തത്തിൻ്റെ തത്വവും പ്രയോഗവും അതിലളിതമായി ഗുരുദേവൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതെങ്കിലും വായിക്കട്ടെ. ആ അദ്വൈതിയായ ഗുരുദേവന് മാത്രമേ അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് പറയാൻ കഴിയൂ. ആ ഗുരുദേവൻ സനാതനധർമ്മി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്ത് സനാതനധർമ്മി? പിണറായി വിജയനും ഗോവിന്ദനും അത് കേട്ട് ചിരിച്ചിട്ടുള്ളവരും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതെ, ഏതായാലും ഇത് ഈ മനോഹരമായ നമ്മൾ സമീപകാലത്ത് ചെയ്ത ഏറ്റവും മനോഹരമായ ഏറ്റവും അനിവാര്യമായ വീഡിയോകളിലൊന്നാണിത്. ഇത് മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി മാത്രമല്ല, പിണറായി വിജയനും സകല കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ടി കൂടി സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.